നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം എൻജിൻ പിടിക്കുക, അല്ലെങ്കിൽ എൻജിൻ പണിയാകുക, അല്ലെങ്കിൽ എൻജിൻ സീസ് ആകുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ശ്രീഹരി ഗോപിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് എൻജിൻ സീസിങ്? പ്ലീസ് എക്സ്പ്ലെയിൻ. വൺ വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. അപ്പം എൻജിൻ സീസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ എൻജിൻ പിടിക്കുന്ന സമയത്ത്, അപ്പോൾ എൻജിൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്നറിയാം. എൻജിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനകത്ത് പിസ്റ്റൺ ഉണ്ട്. അതായത് പിസ്റ്റനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാഹനത്തിന് എൻജിന് പവർ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ പിസ്റ്റനാണ് നമ്മുടെ വാഹനത്തിൽ പവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ ഐറ്റം. അതായത് ഈ പിസ്റ്റൺ മേലോട്ടും താഴോട്ടും പോകുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഈ മേലോട്ടും താഴോട്ടും പോകുന്നതിനെയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഈ മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്താണ് ഒരു ഡ്രൈവ് അല്ലെങ്കിൽ പുറത്തോട്ടൊരു കറക്കം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന പിസ്റ്റൺ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോക്കേ വരുന്ന സിലിണ്ടറിനകത്ത്, അതായത് ഈ സിലിണ്ടറിനകത്താണ് ഈ പിസ്റ്റൺ ഇരിക്കുന്നത്. ഇത് മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോകും. അപ്പോൾ ഇത് മേലോട്ടും താഴോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഫ്രീനെസ് വേണം. പക്ഷേ അവിടെ ഫ്രീ അല്ല, എന്നാൽ ചെറിയ രീതിക്ക് അവിടെ ഒരു പിടുത്തം ഉണ്ട്. ആ ഒരു പിടുത്തം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിനകത്ത് എൻജിനകത്ത് കംപ്രഷനും പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന പിസ്റ്റൺ എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, സ്റ്റക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ കൂളൻ്റ് മിക്സ് ആകുന്നുണ്ടെങ്കിൽ, അതായത് എൻജിൻ ഓയിലിനകത്ത് കൂളൻ്റ് മിക്സ് ആകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലം കാണിക്കും. ഈ പിസ്റ്റൺ ഇതിനകത്ത് ജാമായി പോകുന്നുണ്ട്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓയിൽ സർക്കുലേഷൻ ഇല്ല. നമ്മുടെ വാഹനത്തിൽ നമുക്കറിയാം, നമ്മുടെ വാഹനം എൻജിൻ വർക്കിംഗ് ഫുള്ള് നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ സർക്കുലേഷൻ കൊണ്ട് തന്നെയാണെന്നുള്ളത്. ഈ എൻജിൻ ഓയിലിൻ്റെ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരികയോ, അല്ലെങ്കിൽ എൻജിൻ ഓയിൽ ചെല്ലാതെ വരികയോ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടിഭാഗം തട്ടുകയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ലീക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ സ്റ്റക്കായി പോകും. കാരണം രണ്ട് മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ആണ് വരുന്നത്. അതായത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് വരുന്നത്. ഇങ്ങനൊരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഓയിൽ വേണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സമയത്ത് ഇതിനിടയ്ക്ക്, അതായത് ഈ വോൾസിൽ ശരിക്കും പറഞ്ഞാൽ ഓയിൽ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ ഒരു ഓയിൽ ഫിലിം ഉണ്ട്. ഈ ഓയിൽ ഉള്ളതുകൊണ്ടാണ് വേറെ തേയ്മാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്തത്. പക്ഷേ ഇതുപോലെ ഓയിൽ ഇല്ലാതെ വരികയാണെങ്കിൽ ഇതിനകത്ത് ഹീറ്റ് ഉണ്ടാവുകയാണ്. ഹീറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറ്റൽ പോർഷനാണ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലും ശരിക്കും പറഞ്ഞാൽ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വലിയൊരു റോള് കളിക്കുന്നൊരു സാധനമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഹീറ്റ് പോകുന്നില്ല, ഇതിനകത്ത് ലൂബ്രിക്കേഷൻ നടക്കാതെ വരുന്ന സമയത്ത് അവിടെ ഉരച്ചിലുണ്ടാകും. അങ്ങനെ ഉരച്ചിലുണ്ടായതിനു ശേഷം അവിടെ ഹീറ്റ് കൂടിയിട്ട് പിസ്റ്റൺ വലുതാവും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് ഈ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് വന്ന് സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എൻജിൻ പിടിക്കുക, അല്ലെങ്കിൽ എൻജിൻ സീസ് ആകുക എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓയിൽ ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു കാരണത്തിൽ നമ്മുടെ വാഹനത്തിനകത്തോട്ട് വെള്ളം കയറി എന്ന് സങ്കല്പിക്കുക. അതായത് എയർ ഫിൽറ്റർ വഴി വെള്ളം അകത്തോട്ട് കയറി. ഈ വെള്ളം അകത്തോട്ട് കയറി നമ്മുടെ പിസ്റ്റണിനകത്തോട്ട് ഉറപ്പായിട്ട് ചെല്ലും. കാരണം എയർ ഫിൽറ്റർ വഴി കയറി നേരെ ത്രോട്ടിൽ ബോഡി വഴി നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി നേരെ നമ്മുടെ സിലിണ്ടറിനകത്തോട്ടാണ് ചെല്ലുന്നത്. ഈ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ പിസ്റ്റൺ നേരെ എന്ന് കംപ്രസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എയർ കംപ്രസ് ആവും, പക്ഷേ വാട്ടറിനെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് കംപ്രസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് കൊടുത്തിട്ടും ഇത് കംപ്രസ് ആകാതെ വരുമ്പോൾ പിസ്റ്റൻ്റെ അടിഭാഗം കൊണ്ട് ബെൻഡാകും. അതായത് കണക്റ്റിംഗ് റോഡ് ബെൻഡാകും, കണക്റ്റിംഗ് റോഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ എൻജിന് വരെ പണി വരുന്നുണ്ട്. ഇതെല്ലാം എൻജിൻ സീസിങ് എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാരണം തന്നെയാണ്. അതുകൊണ്ട് കഴിവതും നമ്മുടെ വാഹനം, ഞാൻ ഈ പറഞ്ഞാൽ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാതെ ഓടിക്കുന്നതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്. എൻജിൻ പണി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വെള്ളത്തിൽ കൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കൂളൻറ്റോ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ എന്തെങ്കിലും രീതിക്ക് അതിനകത്ത് സർക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. ഹെഡ് ഗ്യാസ്കറ്റ് പോകാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ കറക്റ്റാകാതെ വരുമോ, അല്ലെങ്കിൽ റേഡിയേറ്റർ ഫാനിൻ്റെ കംപ്ലയിൻറ്റ് വരുമോ, അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ ഹോസിനോ കാര്യങ്ങളൊക്കെ പ്രശ്നം വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നത്. അതായത് ഹോസിൽ കൂടെ ലീക്കായി പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂളൻ്റ് ഇല്ലാതെ വരുമ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആകുകയും എൻജിൻ സ്റ്റക്കായി പോകുന്നതിൻ്റെ കാരണങ്ങൾ ഉണ്ടാകുന്നത്.